വളരെ നല്ല ചോദ്യമാണ്. സാധാരണ നോ കമന്റ്സ് എന്നാണ് അതിന് ഉത്തരവായിട്ട് പറയാനുള്ളത്. ഇപ്പൊ വന്നിരിക്കുന്ന ഈ ഗ്രോസ് കളക്ഷന്റെ ഒരു 70-75% അതിന്റെ ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. ബാക്കി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തോളാം. ഈ ആദ്യ ഷോ കണ്ടു കഴിഞ്ഞപ്പം നമ്മളെല്ലാവരും വനിതയിലിരുന്ന് ഷോ കാണുന്ന ആദ്യ ഷോ കണ്ടു കഴിഞ്ഞപ്പം മൊത്തത്തിൽ ഒരു ടെൻഷൻ പ്രൊഡ്യൂസറും ഡയറക്ടറും ഉണ്ടായിരുന്നു. ആദ്യ ഷോയിൽ നമുക്കറിയാം നമ്മുടെ ആളുകളാണ് കൂടുതൽ ഷോ കാണുന്നത്. അതിനുശേഷമാണ് ആ ഷോയ്ക്കൊരു നമ്മൾ റിവ്യൂസ് ആണെങ്കിലും നല്ല റിവ്യൂസ്, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത റിവ്യൂസ് വരുന്നുണ്ട്. ആദ്യ ഷോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നിയത്? ഡയറക്ടറും പ്രൊഡ്യൂസറും ആദ്യ ഷോ എന്ന് പറയുന്നത് ഞങ്ങൾ കാണുന്നത് അതിൻ്റെ ഷൂട്ട് ഫുട്ടേജ് മുതലാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് 70-ാമത്തെയോ 75-ാമത്തെ ഷോ ആയിരുന്നു തിയേറ്ററിൽ വന്ന ആദ്യത്തെ ഷോ. അപ്പോൾ ആദ്യ സീൻ കണ്ടപ്പോൾ തൊട്ടുള്ള റിലീസ് വരെയുള്ള ടെൻഷൻ അങ്ങനെ തന്നെ. കാരണം നമ്മൾ പുതിയൊരു ജോണറാണ് ട്രൈ ചെയ്യുന്നത്. പുതിയൊരു ജോണർ, അത് ഒരു കോമഡി സിനിമയിൽ നിന്നും ഒരു ഫൺ ഫാൻറ്റസി, എപ്പിക് ഫാൻറ്റസി ജോണറിലേക്ക് മാറുമ്പോൾ അത്രയും വലിയൊരു ബഡ്ജറ്റിൽ അത്രയും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് റിലീസ് ചെയ്യുമ്പോൾ ഒരു റൈറ്റ്സിൻ്റെ, അതായത് നമ്മൾ OTT റൈറ്റ്സ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് റൈറ്റ്സിൻ്റെ ചർച്ചകളിലേക്ക് പോകുമ്പോൾ സാധാരണ പ്രീ റിലീസ് നമ്മൾ സിനിമകൾ കാണിക്കുമ്പോൾ റിലീസ് ഡേറ്റ് കൺഫേം ചെയ്യുക എന്നുള്ളത് അവരെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ആ സമയത്ത് ഏത് സിനിമയും റിലീസ് ചെയ്യുമോ എന്നുള്ള സംശയത്തിൽ ഒരു ചാനൽ പോലും അല്ലെങ്കിൽ ഒരു OTT ചാനൽ പോലും ഒരു ഡിസിഷൻ എടുക്കാൻ തയ്യാറായിരുന്നില്ല. റിലീസ് അതായത് സിനിമ ഇറങ്ങുന്നതിൻ്റെ തലേന്ന് പോലും ചിലപ്പോൾ റിലീസ് മാറ്റി വെക്കാം എന്നുള്ളൊരു അവസ്ഥയിൽ 100% റിസ്കിൽ മാത്രമാണ് ആടിറങ്ങിയത്. അപ്പം അത് ഇങ്ങനെ ഒരു വിജയത്തിലേക്ക് വന്നാൽ മാത്രമേ ബ്രേക്ക് ഈവൻ ആവുള്ളൂ എന്നുള്ളത് വ്യക്തമായ ധാരണ എനിക്കും വേണുചേട്ടനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ റീസണിൽ ഞാൻ അത്യാവശ്യം ടെൻസ്ഡ് ആയിരുന്നു. ബിക്കോസ് ഒരു 100% അഭിപ്രായം വരണം എന്നായിരുന്നു നമ്മുടെ എല്ലാ ആഗ്രഹം. പക്ഷെ 95% ഓഫോളം ആളുകൾ ഈ സിനിമ കണ്ടവർ വളരെ ഗംഭീരമായ അഭിപ്രായം പറഞ്ഞു. അത് ഞാൻ ആദ്യ ദിവസത്തെ തിയേറ്ററിൽ ഞാൻ പകുതി സമയം ഉണ്ടായിരുന്നുള്ളൂ. പകുതി സമയം ഞാൻ ഓൺലൈനിൽ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ കണ്ടു തുടങ്ങിയിരിക്കുകയായിരുന്നു. എനിക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ കിട്ടി തുടങ്ങി. സോ ഐ വാസ് ഫീലിംഗ് ബെറ്റർ. ആസ് യൂഷ്വൽ മിസ്റ്റർ മിഥുൻ മാനുവൽ തോമസ് മുങ്ങിയിരുന്നു. ഫസ്റ്റ് ഷോയ്ക്ക് വന്നില്ല, അദ്ദേഹം അണ്ടർവേൾഡിലായിരുന്നു. റിലീസിന് ശേഷം എൻ്റെ കോള് വന്നതിന് ശേഷം തമിഴ്നാട്ടിലോട്ട് പോകണോ അതോ തിരിച്ച് കേരളത്തിലേക്ക് വരണോ എന്നുള്ള രീതിയിൽ ബോർഡറിലായിരുന്നാണ് എനിക്ക് വിവരം കിട്ടിയത്. കറക്റ്റ് അല്ലേ? ചോദിച്ചോ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.